ബാക്കിൽ ഈ 2 നട്ടും മുറുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും സ്റ്റമ്പ് ഉള്ളതുകൊണ്ട്. സോ ഈ ബാക്കിലത്തെ ഈ 2 നട്ട് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ശേഷം വേണം വണ്ടിയിലോട്ട് അവിടെ മൾഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ അത് ബാക്കിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മൾഗാർഡ് നമുക്ക് നേരെ വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് മൾഗാർഡ് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോക്കിൽ വരുന്ന നട്ട് ഇതാട്ടോ. ഇത് തികയത്തില്ല, നമുക്ക് ഇതിൻ്റെ പകുതി ലെങ്ത് മതിയാവും. അപ്പോൾ സോ അത് പറഞ്ഞ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. സെക്കൻഡറി നമ്മൾ ചെയ്യുന്ന പരിപാടി ആട്ടോ ഇത്. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ 2 ക്ലാംസ് വന്നിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് ഫിക്സ് ചെയ്യണം ഇതുപോലെ. എന്നാലേ നമുക്ക് ബാക്കി ഫർദർ ആയിട്ടുള്ള പരിപാടി നടത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ മൾഗാർഡ് ഓൾമോസ്റ്റ് കയറ്റി വെച്ച് ചുമ്മാ നട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. സംഭവം വെച്ചാൽ ഈ ഒരു ലെവലിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് താത്തോ അല്ല ബാക്ക് പൊക്കി വെച്ചോ അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ നട്ടുകളെല്ലാം വലിച്ചു മുറിക്കുകയാണ്. ഞാൻ പറഞ്ഞത് രണ്ടാമത് കയറ്റി വെച്ച ശേഷം ഇവിടുത്തെ 2 നട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ആൻഡ് ബാക്കിൽ നമ്മൾ ഓൾറെഡി ക്ലാമ്പ് ഫിറ്റ് ചെയ്തതിൻ്റെ ക്ലാമ്പ് താഴത്തെ നട്ടിട്ട് കൊടുത്താൽ മതി. സംഭവം എല്ലാം ഡയറക്റ്റ് ഫിറ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഓൾട്രേഷൻസോ ബെൻഡ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് നട്ടെല്ലാം നല്ലപോലെ വൃത്തിക്ക് വലിച്ചു മുറുക്കി വെച്ചാൽ തന്നെ മതി. മൾഗാർഡ് പക്ക ഷേപ്പ് കൊണ്ടല്ലോ കറക്റ്റ് സെൻറ്ററിലാണ്. ഇപ്പം കസ്റ്റമർക്ക് വേണ്ട ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് പൊങ്ങി നിൽക്കണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ബാക്ക് മുട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. മൊത്തം വലിച്ചു മുറുക്കിയിട്ട് വണ്ടിയുടെ ഓവറോൾ ലുക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ബാക്കിയുള്ള പറഞ്ഞുതരാം. ഫ്രണ്ട് മൾഗാർഡ് ഫുള്ള് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഇതിൻ്റെ ഒന്നുകൂടെ ആദ്യം വരെ പറയുകയാണ്, ഇതെന്ന് പറഞ്ഞാൽ CV ട്വിസ്റ്റർ എന്ന് പറയുന്ന ബൈക്കിൽ വന്നുകൊണ്ടിരുന്ന മൾഗാർഡ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 2 സ്ട്രോക്ക് ബൈക്കുകളിലാണെങ്കിലും സ്പ്ലെൻഡറുകളിലാണെങ്കിലും വേറെ ഏത് മോഡിഫൈ ചെയ്ത വണ്ടികളാണെങ്കിലും ഇത്രയും സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ഭംഗി വരുന്നൊരു മൾഗാർഡ് നിലവിൽ മാർക്കറ്റിൽ വേറെ ഇല്ല. സോ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഇത് BS6 വണ്ടിയാണ്. ഇതിനകത്ത് ഡയറക്റ്റ് സൂട്ടായിട്ടുള്ള ക്ലാം കിറ്റാണ് ചെയ്തേക്കുന്നത്. ഇതേ ക്ലാം കിറ്റ് തന്നെയാണ് മിക്ക വണ്ടികൾക്കും വരുന്നത്. മിക്ക വണ്ടികളും ഡയറക്റ്റ് സൂട്ടാണ്, വില വ്യത്യാസം കാണില്ല. ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസം വന്നാലും ഈ താഴത്തെ ഹോൾ നിങ്ങൾക്ക് ഇച്ചിരി മേലോട്ട് കയറ്റിയിടേണ്ട വരത്തേ ഉള്ളൂ. അത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട വരും, അതേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും സെയിം വരും. പോരാണ്ട് നമ്മൾ ഫുൾ കിറ്റായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ കൊറിയർ ചെയ്ത് ഓൾ ഇന്ത്യ കൊറിയേഴ്സ് ഉണ്ട്. സോ നോ പ്രോബ്ലം, പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കണ്ടല്ലോ അതിൻ്റെ ഓവറോൾ ലുക്ക് ഇതാണ്. ഇപ്പോൾ പോരാണ്ട് ഇത് ഒരു ഫുൾ BS6 വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്താട്ടോ. സംഭവം ഇതിലോട്ട് നമ്മൾ ബാക്കിൽ ഫിനിഷിംഗ് ഷോക്ക് ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് നട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഹാൻഡിൽ ബാർ ഉണ്ട്, നമ്മൾ ക്വിക്ക് ത്രോട്ടിൽ ആഡ് ചെയ്യണം. പിന്നെ ക്വിക്ക് ത്രോട്ടിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഹാൻഡിൽ അതെടുത്ത് നോക്കുക. പിന്നെ ഉള്ളത് ഇനി അണ്ടർവെല്ലി വെക്കണമെന്ന് പറയുന്നുണ്ട്. മിക്കവാറും ഞാൻ അണ്ടർവെല്ലി ഒഴിവാക്കത്തേ ഉള്ളൂ. പിന്നെ ഒരു റീസെൻ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത്രയും പരിപാടിയാണ് നമ്മൾ ഈ വേണ്ടി ചെയ്തേക്കുന്നത്. അപ്പം മൾഗാർഡിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോ കൊണ്ട് തീരുമെന്ന് എനിക്കറിയാം. ജസ്റ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ആയതുകൊണ്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ TVM ഓട്ടോമോട്ടീവ്സ്.